നാട്ടുകാരെ നാറ്റിച്ച് നാട് കടത്തുന്ന കൂടാരപ്പാതിരിയും വെൽക്കെയർ സെബാസ്റ്റ്യനും. സിദ്ദിഖ് ലാൽ ചിത്രമായ വിയറ്റ്നാം കോളനി പ്രേക്ഷകരാരും മറന്നിരിക്കുവാൻ ഇടയില്ല. ഒഴിഞ്ഞു പോകുവാൻ തയ്യാറാകാത്ത കുറെ കോളനി നിവാസികളെ കുടിയൊഴിപ്പിക്കുവാൻ നായകനെത്തുന്നതാണ് കഥ. അവിടെ വെച്ച് നായികയുമായി പ്രണയത്തിലാകുന്നു. ഒടുവിൽ ചില ബുദ്ധിപരമായ തൻ്റെ നീക്കത്തിലൂടെ കോളനിക്കാരെ ഒഴിപ്പിക്കുന്നിടത്തെത്തുമ്പോഴാണ് തന്നെ ഈ കർത്തവ്യത്തിന് നിയോഗിച്ച വക്കീൽ തന്നെയാണ് കുടിയൊഴിപ്പിക്കുന്നതിലെ യഥാർത്ഥ വില്ലനെന്ന് നായകൻ തിരിച്ചറിയുന്നത്. ഏതാണ്ട് ഇതുപോലെയാണ് വെൽക്കെയർ സെബാസ്റ്റ്യൻ ആശുപത്രി കച്ചവടത്തിൽ പയറ്റിത്തെളിഞ്ഞ കൂടാരപ്പാതിരിയെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ നാട്ടുകാരെ ഡീൽ ചെയ്യാൻ ഈ ലോഹത്തൊഴിലാളിയാണ് നല്ലത് എന്ന് കണ്ട് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി സെബാസ്റ്റ്യൻ കളി ആരംഭിക്കുന്നു. KM ചെറിയാന്റെ പേരുപയോഗിച്ച് കല്ലിശ്ശേരിയിൽ ഇവർ ആശുപത്രിയും ആരംഭിക്കുന്നു. പാതിരിയെ പിടിച്ച് മാനേജിംഗ് ഡയറക്ടർ പദവിയും കൊടുക്കുന്നു. പട്ടക്കാരനാണല്ലോ, പാതിരിയാണല്ലോ, കന്നന്തിരിവുകളൊന്നും കാണിക്കില്ലല്ലോ എന്ന് കരുതി നാട്ടുകാർ കൂടാരപ്പാതിരിയെ ആദ്യം സ്നേഹിച്ചു. ഒരു വശത്തുകൂടി നാട്ടുകാർക്ക് പാതിരി പ്രിവിലേജ് കാർഡും കൊടുത്തു. ബില്ലിൽ 5000 രൂപ കൂട്ടിയിട്ടിട്ട് 5000 രൂപയുടെ ഡിസ്കൗണ്ടും കൊടുത്തു. മറുവശത്തുകൂടി കക്കൂസ് മാലിന്യം നാട്ടുകാരുടെ കിണറ്റിലേക്കും ശാസ്ത്രീയമായി ഒഴുക്കി വിട്ടുകൊണ്ടിരുന്നു. ഇങ്ങനെ 2 മണിയും ഒരുമിച്ച് കൈയടക്കത്തോടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. കച്ചവടം കൂടിയപ്പോൾ പുതിയ ക്യാൻസർ സെന്ററിനായും മറ്റും ആശുപത്രിയുടെ ഭാവി വികസനത്തിനായി സ്ഥലം ആവശ്യമായി വന്നു. അങ്ങോട്ട് എന്ന് സമീപവാസികളോട് സ്ഥലം ചോദിച്ചാൽ അവർ വലിയ വില ചോദിക്കും, ഡിമാൻഡിടും. പലരും കൊടുക്കുവാനും തയ്യാറാവില്ല. അങ്ങനെ വന്നപ്പോൾ കൂടാരപ്പാതിരിയും വെൽക്കെയർ സെബാസ്റ്റ്യനും തോന്നിയ പുത്തിയാണ് കക്കൂസ് മാലിന്യം ഒഴുക്കി നാട്ടുകാരെ നാറ്റിച്ച് ഓടിക്കുക. അതിൻ്റെ ഒരു ദൃശ്യമാണ് ഇന്നലെ i2 ന്യൂസിലൂടെ നിങ്ങൾ കണ്ടത്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും മുറിച്ചു മാറ്റുന്ന ശരീരഭാഗങ്ങൾ, പ്രസവ വാർഡിൽ നിന്നും പുറന്തള്ളുന്ന പ്ലാസന്റെ അടക്കമുള്ള ഭാഗങ്ങളടക്കം പ്ലാസ്റ്റിക് കൂടിൽ കെട്ടി സമീപവാസികൾ താമസിക്കുന്ന പുരയിടത്തിന് സമീപം ദിവസങ്ങളോളം സൂക്ഷിക്കും. ഇത് നാറിപ്പുഴുക്കുമ്പോൾ ലോറിയിൽ കയറ്റി പമ്പാ നദിയിൽ തള്ളുവാൻ കൊണ്ടുപോകും. ഇതാണ് കാലാകാലങ്ങളായി നടന്നു വരുന്നത്. കക്കൂസ് മാലിന്യങ്ങൾ ഭിത്തി തുളച്ച് പൈപ്പിട്ട് നാട്ടുകാരുടെ കിണറ്റിലേക്കും ഒഴുക്കുന്നു. ഇപ്പോൾ പമ്പയാറിന് സമീപത്തുള്ള പുരയിടങ്ങൾ വാങ്ങി ആരും കാണാതെ ഭൂമിക്കടിയിലൂടെ പൈപ്പിട്ട് അത് പമ്പയാറ്റിലേക്ക് തള്ളുകയാണ്. പമ്പാ നദി പുണ്യനദി എന്നും പറഞ്ഞ് നാട്ടുകാർ ഈ തീട്ടവെള്ളത്തിലാണ് കുളിക്കുന്നത് എന്ന് ആരും അറിയുന്നില്ല. പണം വാങ്ങിയ അധികാരികളും രാഷ്ട്രീയ നേതാക്കന്മാരും മാധ്യമങ്ങളുമെല്ലാം ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ സമീപവാസികളുടെ വീടിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്നതും അത് വണ്ടിയിൽ കയറ്റുന്നതും നിങ്ങൾ കാണുക. ഫ്രീ ചികിത്സയും നക്കാപ്പിച്ച കൈക്കൂലിയും സ്ഥിരമായി കിട്ടുന്നത് കൊണ്ട് ബന്ധപ്പെട്ട അധികാരികളെല്ലാം ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നു. സഹികെട്ട പരിസരവാസികൾ കിട്ടുന്ന വിലയ്ക്ക് സ്ഥലം ആശുപത്രിക്ക് വിറ്റിട്ട് നാടുവിടുന്നു. വാണിജ്യ ആവശ്യത്തിന് ഖനനം നടത്തുവാൻ അനുമതി കൊടുക്കുവാൻ പാടില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞിട്ടും അത് കേൾക്കാതെ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം അവിടെ വന്ന് ഇൻസ്പെക്ഷൻ നടത്തി അനുമതി കൊടുത്തു. വലിയ ഖനനത്തിന് തുടക്കമിടാൻ പോവുകയാണ്. ലക്ഷങ്ങൾ കൈക്കൂലി മേടിച്ചാണ് ജിയോളജി അധികൃതർ ഈ അനുമതി നൽകിയത് എന്ന് വളരെ വ്യക്തം. ആശുപത്രിയുടെ പുറത്തോ പാർക്കിംഗ് ഏരിയയിലോ ശുചിമുറികൾ ഇല്ലാത്തതിനാൽ ആശുപത്രിയിൽ വരുന്ന രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും പ്രാഥമിക കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് ആ പരിസരങ്ങളിൽ തന്നെയാണ്. സമീപവാസികൾ ജനാലയോ വാതിലോ തുറന്നാൽ അവർ കാണുന്ന കാഴ്ച ഇതൊക്കെയാണ്. ഇത് ആശുപത്രി മാനേജ്മെന്റിന് അറിയാഞ്ഞിട്ടല്ല. എങ്ങനെയെങ്കിലും സമീപവാസികൾ സഹികെട്ട് സ്ഥലം വിറ്റ് പോയിക്കൊള്ളണം. അതിനായി അവർ മനഃപൂർവ്വം ഈ അവസരങ്ങൾ ഉണ്ടാക്കുന്നതാണ്. സെബാസ്റ്റ്യ, നിങ്ങൾ ഈ പണി നിർത്തിയില്ലെങ്കിൽ നാട്ടുകാർ നിങ്ങളെ വെൽക്കെയർ സെബാസ്റ്റ്യൻ എന്ന പേര് മാറ്റി അമേദ്യം സെബാസ്റ്റ്യൻ എന്ന് വിളിച്ചു തുടങ്ങും. ഇനി ഇവന്മാർ
ഈ പണി കാണിച്ചാൽ ഈ കൂടാരപ്പാതിരിയെയും ഈ സെബാസ്റ്റിനെയും ചുമന്നുകൊണ്ടുവന്ന് ഇതിൽ മുക്കിക്കുളിപ്പിച്ച് വിടണം. ഇനി പ്രേക്ഷകർ കേൾക്കുവാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ITV ന്യൂസ് നൽകിയ വാർത്ത കണ്ട് KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സമീപവാസിയായ സാം ജേക്കബിന്റെ പ്രതികരണമാണ്. ഇതുപോലെ അനേകം സമീപവാസികളാണ് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ പ്രതികരണത്തിലേക്ക്. ഞാൻ ഇത് കല്ലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. താങ്കളുടെ ഒരു സബ്സ്ക്രൈബറാണ്. താങ്കളുടെ ചാനലൊക്കെ കാണാറുണ്ട്, ന്യൂസൊക്കെ കാണാറുണ്ട്. ഒരു KM ചെറിയാൻ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ. അപ്പൊ ഞാൻ അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. എന്റെ പേര് സാം ജേക്കബ്. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാതായിട്ട് വന്നിരിക്കുക. ഇതൊരു ഒരു ഒരു ലോഹയിട്ട ഒരു പാതിരിയുടെ ഗുണ്ടായുസമാണ് അവിടെ നടക്കുന്നത്. എന്റെ വീടിന്റെ അവിടെ നിന്ന് ഒരു 250 മീറ്റർ ഇപ്പുറത്ത്, അതായത് ഈ ഹോസ്പിറ്റലിന്റെ മതിലിനോട് ചേർന്നുള്ള ഒരു വീട് അവർ കഴിഞ്ഞ ദിവസം മേടിച്ചു. അതിന്റെ ശുദ്ധമായ വെള്ളം കിട്ടിക്കൊണ്ടുന്ന കിണറിലോട്ട് ആ ആശുപത്രിയുടെ മുഴുവൻ കക്കൂസ് മാലിന്യവും അടിച്ചിറക്കിയിരിക്കുക. എന്നിട്ട് ഇപ്പം പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി ആയതുകൊണ്ട് ആ ഭരണസമിതിക്കാരെ ഒക്കെ വിളിച്ചു, അവരെല്ലാം വന്നു, പോലീസ് വന്നു. പക്ഷെ ആർക്കും ഒരു കാര്യവും ഒരു നടപടി എടുക്കാൻ കഴിയുന്നില്ല. പരിമലയിലെ മോഷണം നടത്തിയ ഒരു കള്ളം പാതിരിയല്ലേ കൂടാരം? ആണോ കള്ളം പാതിരി. അവനെ കൈ കിട്ടിയ നാട്ടുകാരെല്ലാം കൂടെ എടുത്തിട്ട് ഇടിക്കുവോ അവനെ? ഞാൻ എന്നോട് സംസാരിക്കുന്ന എന്റെ വളരെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഈ കൊട്ടാരക്കര അടൂർ ഭാഗത്തു നിന്നാണ് കൂടുതൽ പേഷ്യൻസ് അവിടെ വരുന്നത്. ഞാൻ എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കും. ഞാൻ പറഞ്ഞു KM ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് 1 രൂപയുടെ ഒരു സ്റ്റേക്കോ 1 രൂപയുടെ ഷെയറോ ആ ഹോസ്പിറ്റലിൽ ഇല്ല. അയാൾ ചുമ്മാതെ അയക്ക് വേണ്ടിയിട്ട് ഒരു റൂം ഉണ്ടാക്കി വലിയ രാജകീയ പ്രൗഢിയോടെ KM ചെറിയാൻ എന്ന് പറഞ്ഞ റൂം ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ട് അതിന്റെ പേരിൽ ഇയാൾ കൊള്ള നടത്തുകയാണ് ഈ കള്ളൻ. കഴിഞ്ഞ ദിവസം 45 വയസ്സുള്ള ഒരു മനുഷ്യൻ കല്ലിശ്ശേരിയിൽ ഒരു കല്യാണത്തിന് ഇരിക്കുന്ന സമയത്ത് കസേരയെന്ന് ഉടനെ കുഴഞ്ഞു വീണു. അവിടെ ഒത്തിരി വണ്ടികളും വീട്ടുകാരും എല്ലാം അലർട്ട് ആയിരുന്നുകൊണ്ട് അവർ പെട്ടെന്ന് പൊക്കിയെടുത്ത് അവിടെ കൊണ്ടുവന്നു. ഓൺ ദ വേയിൽ ഈ 42 വയസ്സുള്ളവൻ മരിച്ചു. അവർ ചെന്നുടനെ അവന് വെന്റിലേറ്ററിനകത്ത് കയറ്റി 10,000-15,000 രൂപ അവന്റെ വീട്ടുകാരോട് മേടിച്ചു. ഈ മാതിരിയുള്ള തെമ്മാടിത്തരവും ഗുണ്ടായുസവുമാണ് നടക്കുന്നത്. ഇപ്പൊ പറയുന്നത് എന്താ, ചുറ്റുപാടുള്ളവന്റെ സ്ഥലം ഇങ്ങനെ വന്നേരെ, ഞാൻ മേടിച്ചോളാം. അവൻ എനിക്ക് എന്റെ നാട്ടിൽ, ഞാൻ ജനിച്ച നാട്ടിൽ ജീവിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലേ? ഞാനാണ് ഇന്ത്യൻ പൗരനല്ലേ? ഈ ലോഹത്തൊഴിലാളിയെ മുന്നിൽ നിർത്തി കള്ളപ്പണക്കാരന്മാർ അവിടെ കൊണ്ട് ശതകോടികൾ ഇറക്കുകയാണ്. ഇവന്റെ ഈ കുപ്പായം എന്ന് പറഞ്ഞാൽ ഒരു മറ മാത്രമാ. പരിമലയെ കൊള്ള നടത്തി അവൻ അടിച്ചോടിച്ച അവൻ കോടികളാ ഒപ്പിച്ചത്. അവിടെ കണ്ട് വിദേശത്ത് പിരിവിന് പോയിട്ട് അവൻ കോടികൾ അവിടുന്ന് കട്ട് മുക്കിയിട്ട് എനിക്കറിയാം, ഞാൻ സെഞ്ചുറി ഹോസ്പിറ്റലിൽ 5 വർഷം ജോലി ചെയ്ത ആളാ അവിടുത്തെ അക്കൗണ്ട്സിൽ. ആ സമയത്താണ് ഇവനെ അവിടുന്ന് പരിമലയിൽ നിന്ന് കെട്ടിച്ച് ഇവനെ ഇവന്റെ കൂട്ടാളികള് 4-5 എണ്ണം വന്ന് ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ വന്ന് അടിഞ്ഞു. ഇവൻ അന്നേരം വേറെ എങ്ങാണ്ട് പിന്നെ എറണാകുളത്ത് എങ്ങാണ്ട് പോയി സ്കൂൾ തുടങ്ങുമോ എന്നൊക്കെ ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഈ പണ്ടാരക്കാലം വന്ന് അവതരിച്ച എന്റെ ശുദ്ധമായ ഒരു നാട്ടിൻപുറം യാതൊരു കുഴപ്പമില്ല. ഏത് പാതിരാത്രിക്ക് നമുക്ക് ഇറങ്ങി നടക്കാം. അനാശാസ്യ പ്രവൃത്തികളാണ് നടക്കുന്നത്. ഈ അവിടുന്ന് കണ്ണൂർ കാസർഗോഡ് നിന്നൊക്കെ വരുന്ന ലാസ്റ്റ് ഗ്രേഡ് ജോലിക്കാരാണ് അവിടെ. ഇവന്മാരെല്ലാം ഓരോ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് അവിടെയുള്ള ഊടുവഴികളിൽ രാത്രി മുഴുവൻ നടക്കുക. നമുക്കിപ്പോൾ ഒരു ഒരു സമയം കഴിഞ്ഞ് നമുക്ക് ഇറങ്ങി നടക്കാൻ നേരമുണ്ടോ? വൈകിട്ട് 5 മണി വരെ നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി ഇരുന്നിട്ട് നമുക്ക് ഇതിന്റെ പുറം നടക്കാൻ നേരമുണ്ട്. നമ്മളെ ഒരു 10-25 നാട്ടുകാർ വിളിച്ചതേ ഉള്ളൂ. ഇതുപോലെ അവർ ഒരു മാസ് പെറ്റീഷൻ ഇതുപോലെ നൽകി കഴിഞ്ഞു. പഞ്ചായത്തിന് പരാതി കൊടുത്തിട്ടൊന്നും എല്ലാവരും ഇവന്മാർ വിലക്കെടുക്കുകയാണ്, പോലീസിനെ വിലക്കെടുക്കുകയാണ്, ഇവന്മാരവിടെ അഴിഞ്ഞാടുകയാണ്. ഇതുപോലെ കുടിവെള്ള സംഭരണികളിലെല്ലാം ഇതുപോലെ ഇവരുടെ കക്കൂസ് മാലിന്യങ്ങൾ അടിച്ച് പമ്പയാറ്റിലേക്ക്. എന്തോ സംഭവിക്കുന്നറിയോ? ഈ 6ന്റെ സൈഡിലുള്ള വീടുകളാണ് ഇവർ നോട്ടം വെക്കുന്നത്. 2 വീടുകൾ ഇവന്മാർ മേടിച്ചു കഴിഞ്ഞു. അതായത് എന്റെ വീടിന്റെ തൊട്ട് ഇപ്പുറത്തുള്ള 2 വീടുകൾ അവർക്ക് കിട്ടിയ പൈസക്ക് അവർ കൊടുത്തു. എന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ അത് ആറുമായിട്ട് ആക്സസ് ആയതുകൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ പിന്നെ പൈപ്പ് ഇട്ട് അതിനകത്തോട്ട് ഈ ചാടിക്കാനാ. എന്റെ വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് വഴിയില്ലായിരുന്നു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് 6ന്റെ സൈഡ് കെട്ടിത്തന്നു. ഞാൻ 10 വർഷമായിട്ട് വണ്ടി മേടിച്ചിട്ട് 10 വീടുകൾ മാറി മാറി ഇട്ടോണ്ടിരുന്ന ആള് ഒരു 6-7 മാസം ആയതുള്ളൂ എന്റെ വീട്ടിൽ വണ്ടി കയറുന്ന രീതിയിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അവിടെ കല്ല് കെട്ടിത്തന്നു. ബാക്കി പഞ്ചായത്തും തന്നു. എനിക്കിപ്പോ ഒരു 10-12-14 അടി വീതിയിലുള്ള വഴിയായി. ആ വഴിക്ക് പഞ്ചായത്ത് ഒരു റീടേണിംഗ് വാൾ ഉണ്ടാക്കിയപ്പോ ഇവന്റെ നേതാക്കന്മാർ, ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്ന ഞാൻ അവനെ ചീത്ത പറഞ്ഞ് ഞാൻ ഓടിച്ചേനെ. അവന്മാര് വന്നിട്ട് പറയും ഒരു പൈപ്പ് ഇതിന്റെ അടിയിൽ കൂടി ഇട്ടോട്ടെ എന്ന്. ഇവന് നാണമുണ്ടോ ചോദിക്കാൻ? ഒരു പഞ്ചായത്ത് വഴിയിൽ ഒരു ജലസ്രോതസ്സിലേക്ക് വെള്ളം അടിച്ചിറക്കാൻ ഒരു പൈപ്പ് ഇതിനകത്തൂടെ ഇട്ടോട്ടെ എന്ന്. ഈ പഞ്ചായത്തുള്ള സകല ഉദ്യോഗസ്ഥർക്കും ഫ്രീ ട്രീറ്റ്മെന്റ്. ഇതിന്റെ ഗവൺമെന്റ് മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് മുഴുവൻ ഫ്രീ ട്രീറ്റ്മെന്റ്. പഞ്ചായത്തുകാർക്ക് ഞങ്ങളന്ന് 10ാം വാർഡായിരുന്നു, ഇപ്പൊ 12ാം വാർഡ്. ഈ 10ാം വാർഡിലെ ഉള്ള ആളുകളുടെ മുഴുവൻ
പിന്നെ ഒരു പേരെഴുതി ഒപ്പിടിപ്പിച്ചിട്ട് ഇവനുണ്ടല്ലോ ഇവർക്ക് പരാതിയില്ലെന്നുള്ള രീതിയിൽ ഇവർ കൊടുക്കേണ്ട സ്ഥലത്ത് മൊത്തം ഇതുകൊണ്ട് കൊടുത്തു. ആളുകൾ നമുക്കറിയാമോ, നമ്മുടെ നാട്ടിലൊരു നല്ല സംരംഭം വരുന്നു എന്നുള്ള രീതിയിൽ ആളുകൾ അതിനകത്ത് ഒപ്പിട്ട് കൊടുത്തു. അത് വേറെ അവന്റെ ആവശ്യമുള്ള രേഖകളുടെ കൂട്ടത്തിൽ ഇതുകൂടെ ചേർത്ത് വെച്ച് ആ നാട്ടിലുള്ളവരുടെ മുഴുവൻ ഒപ്പിട്ട പേപ്പറാണ് കൊടുത്താണ് ഇവൻ ഇതിനെല്ലാം പെർമിഷൻ മേടിച്ചിരിക്കുന്നത്. ആകെപ്പാടെ 150 ബെഡിനുള്ള STP പ്ലാന്റ് വെച്ചിട്ട് ഇപ്പൊ 400 ബെഡിൽ കൂടുതലുണ്ട് അവിടെ. ഈ STP പ്ലാന്റിന് അവന്മാർക്ക് ഇത് പറ്റുന്നില്ല ചെയ്യാൻ. അപ്പോഴത്തേക്ക് ഇത് മുഴുവൻ അടിച്ച് ചുറ്റുപാടോട്ട് അങ്ങർക്ക് യാതൊരു കൂസലും ഇല്ലാതാ ചെയ്യുന്നത്. എൻ്റെ കുടുംബം, എൻ്റെ തറവാട്ട് സ്ഥലം, എൻ്റെ ഉപ്പാപ്പൻ കൊടുത്ത സ്ഥലമാണ് ഇവരിപ്പോ പാർക്കിങ്ങിനായിട്ട് രണ്ടാമത് അതിന്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. എന്ത് തോന്നിയാസം അവിടെ കാണിക്കുന്നത്? ഈ വണ്ടി ഇട്ടിട്ട് അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യമില്ല. അവിടെ വന്ന് ഈ മതിലിന്റെ അവിടോട്ട് നിന്ന് ആണുങ്ങൾ വന്ന് നിന്ന് പൊക്കി പിടിച്ച് മൂത്രം ഒഴിക്കുക. ഞാൻ ഒരു ദിവസം ഒരുത്തന്നെ വഴക്കുണ്ടാക്കി. പിന്നെ ഞാൻ അവരെ നമ്മൾ വഴക്കുണ്ടാക്കിയിട്ട് തന്നെ കാര്യം. ഞാൻ എന്നിട്ട് പഞ്ചായത്തിന് ഞാൻ മെയിൽ അയച്ചു, പരാതി കൊടുത്തു, ഇതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാനിപ്പോൾ അവിടെ CCTV വെച്ചിരിക്കുക. കാരണം ഇവനെ പിടിച്ചിട്ട് കൈയോടെ എനിക്ക് കൊടുക്കാൻ വേണ്ടി. മനസ്സിലായോ? ഈ മാതിരിയുള്ള ഇതിനെതിരെ എന്തെങ്കിലും ചേട്ടനെ എനിക്കറിയാം, വളരെ ആത്മാർത്ഥമായിട്ട് ഈ മാഫിയകളൊന്നും വാടകയ്ക്ക് എടുക്കാത്ത നല്ല പത്രപ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യനാണ്. ഒരു വീഡിയോ ഇറങ്ങിയ അന്നേരം തന്നെ ഞാൻ കാണാറുണ്ട്. ചേട്ടൻ നോക്കിയറിയാം, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് സാം ജേക്കബ് എന്ന. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഞാൻ കാണാറുണ്ട്. ഈ നമ്മുടെ നാടിന് ആവശ്യം നിങ്ങളെപ്പോലുള്ള ആളുകൾ, ഈ മുൻപടെ നിൽക്കുന്ന പത്രക്കാരോ ചാനലുകളോ ഒന്നും. ഇന്ന് എനിക്ക് തോന്നുന്ന നാട്ടുകാർ അവിടെ പല ചാനലുകളും വിളിച്ചു, ഒറ്റ മനുഷ്യൻ ആ ഏരിയയിലോട്ട് വന്നില്ല. പല പത്രക്കാരെയും വിളിച്ചു, ഒറ്റ മനുഷ്യൻ വന്നില്ല. കാരണം അവരെ എല്ലാം വിലക്കെടുത്ത് വെച്ചിരിക്കുക ഇവൻ. കാരണം ഇവന്റെ കള്ളപ്പണം ഇഷ്ടം പോലെ ഉണ്ട്. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരുത്തൻ പിന്നെ എറണാകുളത്തെങ്ങാണ്ട് ഒരു ഇതുപോലത്തെ ഒരു കള്ളപ്പണക്കാരുണ്ട്. അവനാണ് ഇപ്പൊ അതിന്റെ മേജർ സ്റ്റേക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അതിനെ വെച്ചിട്ട് ഇയാളെ വെച്ചിട്ടാണ് കളിക്കുന്നത്. നമ്മൾ എന്തോ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ പറയാം, ഞാനിപ്പോ എനിക്ക് 52 വയസ്സുണ്ട്. ഈ 52 വയസ്സുകൊണ്ട് ഞാൻ ജനിച്ച സ്ഥലത്തുനിന്ന് ഈ ഒരു തോന്നിവാസി ഒരു കള്ളൻ വന്ന് കാണിക്കുന്ന അനുസരിച്ച് എനിക്ക് വിട്ടിട്ട് എല്ലാവരും അങ്ങ് പറയുന്നത് നീ വിട്ടിട്ട് അങ്ങ് പോ. പറയുന്നവർക്ക് അങ്ങ് പറയാം, അവനവന്റെ സ്വന്തം നാട്ടിൽ ജനിച്ച നാട്ടിൽ മരിക്കുക എന്നുള്ളത് ഏതൊരു പൗരന്റെയും ധാർമ്മിക അവകാശമാണ്. ഞാനിപ്പോൾ കളക്ടർക്കും പിന്നെ ആരോഗ്യമന്ത്രിക്കും അവർക്കും ഒക്കെ ഞാൻ ഇമെയിൽ അയച്ചിട്ടുണ്ട് ഇപ്പം. പക്ഷെ അതുകൊണ്ടൊന്നും ഫലം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെല്ലാം ഇവരുടെ കയ്യിലാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ വരുക. ഇവിടെ ഉള്ള മന്ത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല, ഇവിടെ ഉള്ള പുള്ളിയൊക്കെ കസ്റ്റഡിയിൽ എടുത്ത് വെച്ചിരിക്കുക ഈ പുള്ളി. മനസ്സിലായോ? നമ്മളിപ്പോൾ ഈ സാധാരണക്കാരായ ആളുകൾ നമ്മൾ എന്തോ ചെയ്യുന്നത്? നിങ്ങളെപ്പോലുള്ളവരേ ഉള്ളൂ നമുക്കൊരു ആശ്രയം. ഡോക്ടർ KM ചെറിയാൻ ആശുപത്രി മൂലം ദുരിതമനുഭവിക്കുന്ന നാട്ടുകാർക്ക് ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഞങ്ങളത് ലോകത്തെ കേൾപ്പിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.